അസ്സലാമലൈക്കും. നീലഗിരി ഫുഡ് എക്സ്പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പപ്സാണ്. പപ്സ് നമ്മൾ എങ്ങനെ കുറഞ്ഞ ചിലവിൽ വീട്ടിലുണ്ടാക്കുക നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് മീറ്റ് പപ്സാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 100 ഗ്രാമോളം ബീഫ് മിക്സിയിലൊന്നും ഇങ്ങോട്ട് പൊടിച്ചതാണ്. അപ്പോൾ ബാക്കി നമുക്ക് വേണ്ടത് ഒരു 2 സവാള ഇങ്ങനെ സ്ലൈസായി അരിഞ്ഞതും, ഒരു 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും, മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇലയും ചെറുതാക്കി അരിഞ്ഞതുമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെക്കാം, ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിക്ക് നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ഇവിടുന്ന് വാങ്ങിയ വെളിച്ചെണ്ണയാണ് കേട്ടോ, പാക്കറ്റ് വെളിച്ചെണ്ണയാണ്, ഒരു മഞ്ഞ കളറുണ്ടത്. അപ്പോൾ നമുക്ക് അതിക്ക് സവാളയും എല്ലാതും പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും ഒക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് അതിക്ക് ഇഞ്ചിയും വെള്ളുള്ളിയും ചതച്ചത് നമുക്ക് അതിക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലേശം വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകും പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് പാകത്തിന് ഉപ്പിട്ടിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയിൽ കുറച്ചിങ്ങോട്ട് വേവിച്ചെടുക്കണത്. പിന്നെ നമുക്ക് ബീഫ് നമ്മൾ എടുത്തുവെച്ച ബീഫ് നമുക്ക് അതിക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം, ചൂടാറാൻ വേണ്ടി. ഇപ്പം നമ്മളെ മസാലൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് മറ്റുള്ള പണികൾ നോക്കാം. ഇനി നമ്മളെ പപ്സിനുള്ള മാവ് തയ്യാറാക്കാം. കുറഞ്ഞ സമയം മതി കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് കുറേ നേരം മാവ് കുഴച്ചും ഉണ്ടാക്കി ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിക്ക് ലേശം കുറച്ച് പാകത്തിന് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഉണ്ടാക്കുമ്പോൾ പപ്സിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതുവരെ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചു. ഇനി നമുക്ക് അതിക്ക് നന്നായിട്ട് വെള്ളം ഒരു പാകത്തിന് ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി പരുവത്തിൽ തന്നെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ച് കൊടുക്കണം. നല്ലോണം നമ്മൾ 2 കൈ കൊണ്ടും കുഴച്ച് ഇതാക്കി കൊടുക്കണം. പിന്നെ നമുക്ക് അതുപോലെ അതിൻ്റെ 2 ബോളാക്കി വെച്ചതിൻ്റെ ശേഷം നമുക്കിതുപോലെ ചപ്പാത്തിക്കല്ലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. എനിക്ക് ഹെൽപ്പിൻ്റെ മോനാണ് കേട്ടോ. എല്ലാ പണിയും പാടെ ഇപ്പോൾ നോമ്പറക്കണ സമയമായതുകൊണ്ട് കുറേ പണികളാണ് അടുപ്പത്ത്. അപ്പോൾ മോനെ ഏൽപ്പിച്ചിട്ടാണ് പണികളൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ പരത്തിൻ്റെ ശേഷം നമ്മൾ 4 ഭാഗത്തുള്ള നമ്മൾ സ്ക്വയറിൻ്റെ രീതിക്ക് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് വേസ്റ്റൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഒന്ന് വേണമെങ്കിൽ ഉണ്ടാക്കും ചെയ്യാം. വേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിങ്ങനെ 4 പീസാക്കി ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതുപോലെ മസാല അതിക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതുപോലെ നമ്മൾ വീട്ടിൽ കടയിൽ ഉണ്ടാക്കണ അത്ര തന്നെ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും നമുക്ക് പപ്സിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടും ഇത് ഉണ്ടാക്കിയാൽ. ഇതിൽ മാവിലും നല്ല ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ കുഴക്കണത്. അതുകൊണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തേക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ കടയിൽ നിന്നൊന്നും ഇപ്പോൾ നമുക്കിത് കിട്ടാനിപ്പോൾ ഒരു വഴിയില്ല. അപ്പോൾ പപ്സൊക്കെ തിന്നണവർക്ക് പൂതിയാവുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ദോശക്കല്ലായാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് അതിക്ക് ഒരു 4-5 എണ്ണം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്കൊരു 6 എണ്ണം വെച്ചിട്ട് നമ്മൾ കുറഞ്ഞൊരു ഓയിൽ ഒഴിച്ചിട്ട് വേണം നമ്മളതിക്ക് വെക്കാൻ. എന്നിട്ട് പിന്നെ നമുക്കത് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കണലിടുകയാണ് കേട്ടോ. ഇനി നന്നായിട്ട് മോളൊക്കെ വേവാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ തീ പുറത്തേക്ക് വലിച്ചിടും. അടിയിൽ കുറച്ച് കണലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടിയും തുറന്ന് നോക്കാം. അപ്പോഴാണ് ഞാൻ അടിയിൽ തീ വെച്ചത് കേട്ടോ. അതിൻ്റെ മുമ്പൊന്നും വെച്ചിട്ടില്ല, കരിഞ്ഞു പോകും വെച്ചാൽ. അപ്പോൾ നമുക്കിത് അടിയൊക്കെ പാകത്തതായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് കേട്ടോ അടി. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം, അതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. നമ്മളെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട വെച്ചിട്ടും എങ്ങനെ വെച്ചിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി നിങ്ങൾ കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ്.